ഗം ഗണപതയേ നമഃ. ഓം ശ്രീ മഹാലക്ഷ്മിയേ നമഃ. എല്ലാവർക്കും നമസ്കാരം. നാളെ മിഥുനമാസത്തിലെ 30 വെള്ളിയാഴ്ച, അതായത് 2026 ജൂൺ 19 പഞ്ചമി തിഥി കൂടി വരുന്ന 30 വെള്ളിയാഴ്ചയാണ്. ഒരുപാട് സവിശേഷതകൾ നിറഞ്ഞ ഈ ദിനം വേണ്ട വിധം ആചരിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും. പഞ്ചമി തിഥി വരാഹി ദേവിക്ക് പ്രാധാന്യമുള്ള ദിനമാണ്. നാളെ സന്ധ്യയ്ക്ക് ഗൃഹത്തിൽ പഞ്ചമി ദേവിയെ സങ്കല്പിച്ച് തേങ്ങാദീപം കത്തിക്കുക. ഒപ്പം വരാഹി അമ്മയെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. തൊഴിൽപരമായതും ബിസിനസ് പരമായതും ആയ തടസ്സങ്ങൾ മാറാൻ ഇത് സഹായിക്കും. കൂടാതെ ശത്രുദോഷം, ദൃഷ്ടിദോഷം, ആഭിചാരം തുടങ്ങിയവ മൂലമുള്ള ഉപദ്രവങ്ങൾ ഇല്ലാതെയാവാനും ഈ പ്രാർത്ഥന ഉത്തമമാണ്. ഏറ്റവും പ്രധാനം വെള്ളിയാഴ്ച ആയതുകൊണ്ട് ദേവീ പൂജയും ദേവീക്ഷേത്ര ദർശനവും വേണമെന്നുള്ളതാണ്. കാരണം വെള്ളിയാഴ്ച ഭഗവതിക്ക് പ്രിയപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ വാരാഹി ക്ഷേത്രങ്ങൾ അടുത്തില്ലാത്തവർ അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തി വേണ്ട പ്രാർത്ഥനകൾ നടത്തുകയും സന്ധ്യയ്ക്ക് ഗൃഹത്തിൽ തേങ്ങാദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്താൽ മതി. ദേവീക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ദേവിക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും നെയ്വിളക്കും സമർപ്പിക്കുന്നത് ഐശ്വര്യപ്രദായകമാണ്. നാളെ 30 വെള്ളിയാഴ്ച ആയതിനാൽ വിശേഷപ്പെട്ട ദിനമാണെന്ന് പറഞ്ഞുവല്ലോ. അതുപോലെ ഉപ്പുദീപത്തെക്കുറിച്ച് മുൻപുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി ധനസമൃദ്ധി ഉണ്ടാകാൻ നാളെ സന്ധ്യയ്ക്ക് ഉപ്പുദീപം തെളിയിച്ചു വെച്ച് അതിനു മുമ്പിൽ ഇരുന്ന് കനകധാരാ സ്തോത്രം, മഹാലക്ഷ്മി സ്തവം, അഷ്ടകം തുടങ്ങിയ ലക്ഷ്മി സ്തുതികൾ ചൊല്ലുക. ഇങ്ങനെ ചെയ്താൽ ലക്ഷ്മി ദേവിയുടെ പൂർണ്ണ കടാക്ഷത്താൽ ധനസമൃദ്ധി ഉണ്ടാകും. കൂടാതെ തടസ്സങ്ങൾ നീങ്ങാൻ നാളെ ഗണപതി ഹോമം നടത്തുന്നതും ദേവീ കടാക്ഷത്തിനായി ഭഗവതി സേവ നടത്തുന്നതും ഉത്തമമാണ്. കൂടാതെ നാളത്തെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം അഭിജിത്ത് മുഹൂർത്തമായ രാവിലെ 11:28 മുതൽ ഉച്ച കഴിഞ്ഞ് 12:16 വരെയാണ്. ഈ സമയം നടത്തുന്ന ഏതു പ്രാർത്ഥനകൾക്കും ഫലമുണ്ടാകും. അതുപോലെ നല്ലത് ചിന്തിക്കുകയും നല്ല പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കുന്നതും ശ്രേഷ്ഠമാണ്. ശുക്ലപക്ഷ ഷഷ്ഠി തിഥി നാളെ വൈകിട്ട് 5 മണിക്ക് തുടങ്ങുന്നതിനാൽ നാളെ മുരുക ഭജനത്തിനും ഏറെ പ്രാധാന്യമുണ്ട്. കഴിയുമെങ്കിൽ നാളെ പൂർണ്ണവ്രതം എടുക്കാൻ ശ്രമിക്കുക. സാധിക്കാത്തവർ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് സൂര്യന് ജലം സമർപ്പിച്ച് പൂജാമുറിയിൽ നെയ്ദീപം തെളിയിച്ച് ഗണപതി ഭഗവാനെയും ദേവിയെയും മുരുകനെയും ഭജിക്കുക. ഉപവസിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ സാത്വിക ഭക്ഷണം പാലിക്കുക. കഴിയുമെങ്കിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക. അതിനും സാധിക്കുകയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുക. ജൂൺ 20 ഷഷ്ഠി ആയതിനാൽ നാളെയും മറ്റന്നാളും വ്രതമനുഷ്ഠിക്കുന്നത് ഉത്തമ ഫലങ്ങൾ നൽകും. എന്തായാലും പ്രാർത്ഥനകൾ മുടക്കാതിരിക്കുക. ഓരോ ദേവീദേവന്മാരുടെയും സ്തോത്രങ്ങളും മറ്റും ചൊല്ലിയത് പ്രത്യേകം പ്ലേലിസ്റ്റാക്കി നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം സൗകര്യം പോലെ കേൾക്കാനും പഠിക്കാനും ശരിയായി ചൊല്ലാനും ശ്രമിക്കുക. പഞ്ചമി തിഥി ആരംഭിക്കുന്നത് ഇന്ന് വൈകിട്ട് 6:58 അവസാനിക്കുന്നത് നാളെ വൈകിട്ട് 4:59 ശ്രീ വരാഹി ദേവിക്ക് ശ്രീ പഞ്ചമി പൂജ ചെയ്യുന്നത് വളരെ ഐശ്വര്യപ്രദമാണ്. 5 ഏലയ്ക്ക വലത് കയ്യിലെടുക്കുക. ഫ്രഷായിട്ടുള്ളത് വേണം. കീറലോ പൊട്ടലോ യാതൊന്നുമില്ലാത്ത നല്ല ഫ്രഷായിട്ടുള്ള 5 ഏലയ്ക്ക കയ്യിലെടുക്കുക. ശരിക്കും നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം ശ്രീ വരാഹി ദേവി മമ ഗൃഹേ ധനധാന്യ സമൃദ്ധിം കുരു കുരു സ്വാഹ. ഓം ശ്രീം വരാഹി ദേവി മമ ഗൃഹേ ധനധാന്യ സമൃദ്ധിം കുരു കുരു സ്വാഹ. വലതു കൈയിൽ പിടിച്ചുകൊണ്ട് ഈ മന്ത്രം 5 പ്രാവശ്യം ചൊല്ലുക. നമ്മുടെ ഏതെങ്കിലും പ്രത്യേകമായൊരാഗ്രഹം ഒരു ചെറിയൊരു കഷ്ണം പേപ്പറിൽ എഴുതി ദേവിയുടെ പാദത്തിങ്കൽ സമർപ്പിക്കുക. നാളത്തെ ദിവസം മുഴുവനും ഈ പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ ഉള്ളിലുണ്ടാവുന്നത്. സാധിക്കുന്നിടത്തോളം മന്ത്രങ്ങളും ജപങ്ങളും തുടരുക. എല്ലാവർക്കും
ഭഗവാന്റെയും ഭഗവതിയുടെയും അനുഗ്രഹം ഉണ്ടാകാനായി പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.